ഹലോ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാണ് കേട്ടോ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? ഒളിച്ചോടിയൊന്നുമില്ല, 2 ദിവസം കറങ്ങാം. നമ്മുടെ സൈക്കോ കള്ളനും സൈക്കോ കള്ളത്തെയും കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ചിരിക്കുകയാണ് ഗൈസുകളെ. ഇവരൊക്കെ ആരുടെ എന്നാണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് അല്ലേ? പേടിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതൊക്കെ ആരാണ്. അതിനൊക്കെയല്ലേ ഷിഹാബ് ഇവിടെ യൂട്യൂബ് ഒക്കെ തുറന്നിരിക്കുന്നത്. സെറ്റാക്കാന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ സൈക്കോ കള്ളൻ എന്ന് പറയുന്നത് യൂട്യൂബ് കിഡ്സിന്റെ സൈക്കോ കള്ളനാണ്. ഇൻസ്റ്റാഗ്രാമിൽ തരക്കേടില്ലാത്ത ഫോളോവേഴ്സും അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള പാവം ഇൻഫ്ലുവൻസർ. തെറിവിളി കണ്ടന്റുകളാണ് ആശാന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റീൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ പൊന്നു മക്കളെ, പ്രേമം മണ്ണാങ്കട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. തേപ്പൊക്കെ പലർക്കും പല വിധത്തിലും പല രീതിയിലും കിട്ടും, മനസ്സിലായി? എന്ന് വെച്ചിട്ട് തൂങ്ങാനും സൂയിസൈഡ് ചെയ്യാനും പോയി കഴിഞ്ഞു നീയൊക്കെ എന്നാ കുണ്ണയാടാ? നിനക്കൊക്കെ കുണ്ണയുണ്ടോ? ഒരു കാര്യം പറയാം, നീ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എടാ, വിട്ട വാണത്തിന്റെ കണക്ക് നിന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. ഒരു കാര്യം പറയാം, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും വെറുതെ പല കുണ്ണയെ നിനക്ക് നോക്കിയിട്ട് പോയെന്ന് വിചാരിച്ചിട്ട് അത് വിചാരിച്ച് ഡിപ്രഷൻ എടുത്തിട്ട് മറ്റേ ചുക്കാമണി കൂടെ കയറി കണ്ണി കൂടെ വരുന്നൊരു സംഭവമാണ്, തുളുമ്പി വരുന്ന സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? എടാ, ഈ കാലത്ത് പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പലും ചാമ്പലും ആണ്, മനസ്സിലായോ? വെറുതെ ഊക്കാൻ വേണ്ടി മാത്രം ഒരു കുഞ്ഞുണ്ട്, മനസ്സിലായി? വെറുതെ ഊക്കാൻ വേണ്ടി മാത്രം. ഇതിന്റെയൊക്കെ നടുക്ക് നിന്ന് നീ ഒരു പൊട്ടനായെന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പൊട്ടനാവാതെ അടുത്ത കേസ് ഒഴിവാക്കി. ഓക്കെ, വെറുതെ അല്ലേ ഇവൻ 2K കിഡ്സിന്റെ ദൈവമായത്. ആശാന്റെ നിലവാരം ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ട് കാണുമല്ലോ അല്ലേ? അറിഞ്ഞിട്ട പേരാണ് സൈക്കോ. ഇങ്ങനെ സിഗ്മ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് ഒരു പെണ്ണിനെയും അടിച്ചുകൊണ്ട് നാട് വിട്ട് കളഞ്ഞത്. ഇവന്റെ സിഗ്മ ഫാൻസ് ഒക്കെ ഇതൊക്കെ എങ്ങനെ സഹിക്കുമോ എന്തോ. അങ്ങനെ തെറി വിളിച്ചു നടന്ന സൈക്കോയുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയാണ്. രണ്ടുള്ളി കരുപ്പത്തി ലക്ഷ്മി. ഓ, രോമാഞ്ചം. സോറ എന്ന് പറഞ്ഞ സ്വർണം തനി തങ്കമാണ് സാർ. ലോക്കൽ തെറിവിളികൾ മാത്രം നടത്തിയിരുന്ന സൈക്കോ സോന വന്നതോടുകൂടി മാറിമറിയാൻ തുടങ്ങി ഗൈസ്. ബിസിനസ് ഒക്കെ പടർന്നു പന്തലിച്ചു. ഇൻസ്റ്റാഗ്രാമിലൂടെ അതിഭീകരമായ തെറിവിളികളിലൂടെ സോനയുടെ കൈയും പിടിച്ച് സൈക്കോ നടന്നു, ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ സോനയ്ക്ക് 18 തികഞ്ഞു. അന്ന് +2 ഇംഗ്ലീഷ് പരീക്ഷയാണ് ഗൈസ്. ദൈവമേ, ഒന്നും പഠിച്ചിട്ടില്ല. ഇനി എന്ത് ചെയ്യും? എക്സാം എന്തായാലും പൊട്ടും. ലേശം ഉള്ളിയെടുത്ത് കക്ഷത്തിൽ വെച്ചാലോ? അല്ലെ വേണ്ട. അമ്മ 2 പാരസെറ്റാമോൾ എടുത്തു വന്നിട്ട് പറയും പോയി എക്സാം എഴുതാൻ പറയും. ഇനി തല ഇറങ്ങി വീണാലോ? അതും വേണം. അമ്മ തലയിലൂടെ വെള്ളം കോരി ഒഴിച്ചു കളയും. വെള്ളം വീണ എനിക്ക് അലർജി. സോന തലകുത്തി എന്ന് ആലോചിച്ചു, എക്സാം എഴുതാണ്ടിരിക്കാൻ എന്ത് ചെയ്യും? യെസ്, കിട്ടിപ്പോയി. ഇനി ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, ഒളിച്ചോടാം. അവൾ സൈക്കോയെ വിളിച്ചു. പാവം സൈക്കോ. വീട്ടുകാരെല്ലാരും കൂടി എന്റെ സോനാച്ചിയെ ഇടിച്ചു പിഴിഞ്ഞതാകുമെന്ന് കരുതി അവൻ ഓടി വന്നു. അവളെ കോരിയെടുത്ത് ഓടി പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. ഇവൾ എക്സാം എഴുതാണ്ടിരിക്കാനുള്ള ബുദ്ധിയാണെന്ന് ഇവൻ അറിഞ്ഞില്ല. എന്തായാലും സൈക്കോകൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. എന്തായാലും ഇവളെ ഇറങ്ങി വന്നു, എന്നാ പിന്നെ കെട്ടിക്കളയാം. അങ്ങനെ സൈക്കോ ഇവളെ സ്വീകരിച്ചു. ഇനി അതിനുള്ള സമയമാണ്. ഇനി വൈകിക്കൂടാ. സൈക്കോയുടെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി, ആരുമില്ല. ഇത് തന്നെ പറ്റിയ സമയം. മറ്റൊരു യൂട്യൂബ് ചാനലും കൂടെ ഈ ലോകത്തോട്ട് കാലെടുത്തു. നിന്ന് പോയെന്ന് കരുതിയവർക്ക്, നെഞ്ചത്തടിച്ച് കരഞ്ഞവർക്ക് ഇനി ആഘോഷിക്കാം. കപ്പിൾസ് വ്ലോഗ്സ് ഈസ് ബാക്ക്. കലിപ്പന്റെ കാന്താരി ഈസ് ബാക്ക്. കള്ളന്റെയും കള്ളത്തിയുടെയും കള്ളക്കളികൾ ഇനി യൂട്യൂബിലാണ് മക്കളെ. ഒരു വീഡിയോ കണ്ടാലോ? ഹലോ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാണ് കേട്ടോ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. +2 എക്സാം തീരുന്നെന്ന് എന്നെ തിരിച്ചു ഉണ്ടാക്കിയേക്കണം, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇതിലും വലിയ മോങ്ങല് ഞാൻ മോങ്ങും. അല്ല പിന്നെ ബാക്കി കണ്ടുനോക്കാം. 2 ദിവസം കറങ്ങാം അല്ലേ? ഭാര്യയെ, ഇതാണ് ഇനി നമ്മുടെ വീട്. കൈ പിടിക്കൂ, വാതിൽ കൂത്തു. അതെന്നാ ഇതാണ് അപ്പം? ഇങ്ങനെയാണ് അപ്പം? അങ്ങനെയൊക്കെ തിന്നാ മതി. നീ ചാറുമുക്ക് നക്കിയാ മതി. വേണമെങ്കിൽ തിന്നണീറ്റ് പോടേ. എന്നെ വെറുതെ കലിപ്പത്തിയാക്കരുത്. നീ തഹങ്കമാട്ടെ. നീ എന്നാ പണ്ടുവേ. എന്തായാലും പാവപ്പെട്ട നമ്മുടെ സൈക്കോ. എനിക്ക് അരിഞ്ഞാ പോകത്തിന്ന് ജീവിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാന്? ബാക്കി കൂടെ കണ്ടുനോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ അങ്ങോട്ട് കണ്ണൊക്കെ പഠിച്ചാൽ നാട്ടിൽ നീയല്ലേ കൺമഷി നാളെ നോക്കട്ടെ. എന്റെ കണ്ണില് കൺമഷി ജയിച്ചു ഗൈസ്. അയ്യേ ചായ വെച്ചല്ലേ നീ പറഞ്ഞു വന്ന ഇതാണ് എന്റെ 18 വയസ്സുള്ള ഭാര്യ. എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്കൊന്നും എങ്ങനെ പഠിക്കാത്തതുകൊണ്ട് +2 എക്സാം എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എന്റെ കൂടെ. എന്നിട്ട് ഇതിനെ തീറ്റിപ്പോറ്റിലാണ് ഇപ്പൊ എല്ലാ ഫോൺ അടിക്കുന്നത്. നോക്ക് നീ ഇതിനെ കൊണ്ടുവന്നേ. അല്ല പിന്നെ നീ അങ്ങനെ ചോദിക്കും സോനാച്ചി. ഈ എക്സാം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങാടിയിലൂടെ കറങ്ങി നടന്ന സോനാച്ചിയെ കൂടെ പിടിച്ച് താമസിപ്പിച്ചിട്ട് അപ്പൊ അവളെ കുറ്റം പറഞ്ഞുണ്ടല്ലോ. നമ്മുടെ സോനാച്ചി ഫാൻസിനെ അത് സഹിക്കത്തില്ല. സൈക്കോ ആണ്, ആള് തെറിവീരനാണെന്ന് നമ്മൾ നോക്കത്തില്ല. പറഞ്ഞേക്കാം തെറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാ. എന്നാൽ ഈ സൈക്കോക്ക് എന്ത് പറ്റി? ഒരു തെറി പറയാണ്ട് ഇത്രയും സമയമൊക്കെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അല്ല, എന്റെ സൈക്കോ ഇങ്ങനെയല്ല, ഞാൻ മാത്രം കണ്ട സൈക്കോ ഇങ്ങനെയല്ല. പെണ്ണ് കെട്ടിയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? നാണക്കേട്. മൂട്. എനിക്ക് ആ പഴയ ഓജസും തേജസും ഉള്ള സൈക്കോനെയാണ് വേണ്ടത്. ഞാൻ ആരാധനയോടെ നോക്കിയ എന്റെ ആ സിഗ്മ സൈക്കോ എന്നോട് ആ ചതി ചെയ്തല്ലോ. എന്നോട് ദൈവം പോലും പൊറുക്കൂലടാ. നമുക്ക് എന്തായാലും ബാക്കി കണ്ടുപോകാം. മക്കളെ, ഈ സാധനത്തിന് വീഡിയോയിൽ എടുക്കാൻ വരണമെങ്കിൽ വല്ലതും തിന്നാൻ മേടിച്ചു കൊടുക്കണം. എന്താ നോക്കണേ? ഞാൻ ഇങ്ങനത്തെ വീഡിയോ അല്ലല്ലോ പറഞ്ഞ. പിന്നെ ഫുഡിന്റെ വീഡിയോ എടുക്കണ്ട. പിന്നെ തന്നെ എന്തൊക്കെ നീതി എല്ലാരും പറയും ഞാൻ തീറ്റ പൊതിച്ചാണ്. ഇതൊക്കെ എന്താ? ഇതെടുക്കണ്ട, ഇതെടുക്കാൻ ഞാൻ നേരെ ഇരിക്കില്ല. നിനക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഗൈസ്, ഇതാ ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോരാത്തിന് ഇതാ ബിരിയാണി, കോക്കോസ്, ബർഗർ അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ, ഐസ്ക്രീം. പക്ഷെ ഇതൊന്നും ശരീരത്തിൽ കാണാൻ. വീട്ടിലൊക്കെ വിരുന്നുകാര് വന്ന് നേരെ ബാക്കോട്ട് പോയി ബേക്കറിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തോടുന്ന പെണ്ണുങ്ങളെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന ഇങ്ങനെ ഇരിക്കും. 18 തികയാൻ കാത്തിരിക്കുമല്ലായിരുന്നു. ഇനി ഫുഡ് വ്ളോഗൊക്കെ തുടങ്ങിയാലും എന്തായാലും ഇവക്കൊക്കെ കുറെ തിന്നാൻ മേടിച്ചു കൊടുക്കണമല്ലോ. എന്നാലും അതിന്റെ കൂടെ ഇതൊരു വ്ളോഗ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വരുമാന മാർഗമാകുമല്ലോ. അപ്പൊ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ടാലിയായി കിട്ടത്തില്ലേ? ഞാൻ എന്റെ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ കളയാം. എന്നാലും ഇവരെ ഒരുമിച്ചുള്ള ഒരു ഇൻസ്റ്റയിലെ വീഡിയോസ് ഒക്കെ വമ്പം വൈറലായിരുന്നു. നമ്മുടെ വെറൈറ്റി മീഡിയ എന്താക്കി ഇവരെ പിടിച്ചൊരു ഇന്റർവ്യൂ അങ്ങോട്ട് ചെയ്തു. നമുക്ക് എന്തായാലും അതും കൂടെ കണ്ടിട്ട് വരാം. വൈഫായി രാവിലെ എണീറ്റ് ചായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈഫാണോ? ഞാൻ കരിഞ്ഞ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അഭിനയത്തിന് അവാർഡ് കൊടുക്കണം. അതൊക്കെ സ്ക്രിപ്റ്റാ കംപ്ലീറ്റ്. ഓഹോ, അങ്ങനെ പറ. നമ്മളെ ചതിച്ചല്ലേ? അതൊക്കെ സ്ക്രിപ്റ്റ് ആയിരുന്നല്ലേ? അതൊക്കെ ആദ്യമേ പറയണ്ടേ? ഞാൻ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു പോയി. എന്നാലും നമ്മുടെ സോനാച്ചി അത്രക്ക് മോശമൊന്നുമല്ല. ഒരു ദോശയൊക്കെ കരിയാണ്ട് സോനാച്ചിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇനി ഇതേപോലെ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെ കാണേണ്ടി വരുമെന്നോ ബാക്കി കണ്ടുപോകാം. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു വൈഫായിട്ട്? വീട്ടിലെ പോലെ ഒന്നല്ല. ഇവനങ്ങനെ ഇന്ന ഫുഡൊന്നും ഇല്ല. എന്ത് വേണമെങ്കിലും കഴിച്ച് കൊടുത്താൽ കഴിച്ചോളൂ. പാവാണല്ലേ? പിന്നെ വേറെ വഴിയില്ല, അനുഭവിക്കാം. പിന്നെ അത്യാവശ്യം കിടന്നുറങ്ങാനൊക്കെ പറ്റും. അല്ല എങ്ങനെയാ വീട്ടിലത്തെ പോലെ അല്ല. വീട്ടില് പഠിക്കണ്ട അല്ലേ? വേറെ പണിയില്ല. പഠിക്കണ്ട, അതാണല്ലോ മെയിൻ. പഠിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ചോടുന്ന ആദ്യത്തെ പെണ്ണ് നീയായിരിക്കും. ഒരു പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തം വരുമ്പോ വേഗം അങ്ങോട്ട് ഒളിച്ചോടിയാൽ മതിയായിരുന്നു. എന്ത് സുഖമല്ലേ, ഒന്നും അറിയണ്ട. വീട്ടിലെ കാര്യം നോക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ. ഒരു ചെക്കനാണ് ഒളിച്ചോടിയെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്റെ സോനാച്ചി, കുറച്ചു കാലം കഴിയുമ്പോഴും ഈ പറഞ്ഞതിലൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കണം കേട്ടോ. ഇതേപോലെയൊക്കെ തന്നെ പറഞ്ഞു കേട്ടാൽ മതി. അല്ലാണ്ട് അയ്യോ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, എന്റെ ജീവിതം തുലഞ്ഞ് എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി വീഡിയോ ആയിട്ടൊന്നും വരരുത്. അല്ല, ഇഷ്ടം പോലത്തെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ബാക്കി കൂടെ കണ്ടുപോകാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ. എനിക്ക് ഈ വീഡിയോ എന്ന് പറയുമ്പോ എനിക്ക് വേറൊരു ഒളിച്ചോട്ടുന്ന വീഡിയോ ആണ് ഓർമ്മ വരുന്നത്. അത് മറ്റേ ഓട്ടോറിക്ഷകളിലല്ലേ? അത് വേറെ, അത് അവിഹിതം. ഇത് ഞാൻ മോനെ നമ്മുടെ കാമേട്ടൻ കാണിച്ച ക്യാം റെഫറൻസ് എന്തായാലേ? കാമേട്ടനും കാമേച്ചിയുടെയൊക്കെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരന്ന് ഇതേപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ അവർക്കും കാര്യമായേനെ, കൂട്ടത്തില് നമുക്കും കാര്യമായേനെ. എന്തായാലും കാമേട്ടനും കാമേച്ചിയും ഇപ്പൊ എവിടെയാണല്ലേ? വല്ലാണ്ട് മിസ് ചെയ്യുന്നു. മിസ് യു. ബാക്കി കണ്ടുപോകാം. ഞാൻ ചോദിക്കട്ടെ, ഈ 18 വയസ്സിലെ ധൈര്യം എന്നൊക്കെ കുറെ കമന്റ് കണ്ടു.
പ്രായത്തിന്റെ എടുത്തുചാട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആ എന്താ പറയുന്നത്? എടുത്തായിട്ടൊന്നുമില്ല. ഈ റീല് കാരണമാണോ സമ്മതിച്ചു തരാത്ത വീട്ടില്? വേറെ കുറെ ആ ആദ്യത്തെ റീൽസ് ആ ആ അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലായിരുന്നോ ഡിലീറ്റ് ചെയ്യാനോ? മനസ്സിലാവില്ല. അല്ല ഡിലീറ്റ് അത് അയച്ചില്ല. കണ്ടല്ലോ, അപ്പൊ അവർക്ക് ഒരു താല്പര്യമാണോ അങ്ങനെയൊക്കെ. അന്നൊക്കെ ഞാൻ മനഃപൂർവ്വം ബാക്കിൽ കക്കൂസിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇരിക്കും. ഇവൻ കാണുന്നവര് വിചാരിക്കണം ഇവൻ എന്താ ഈ കക്കൂസിൽ ചെയ്യുന്നത്, എന്നാലേ ആ വീഡിയോ മുഴുവൻ കാണുള്ളൂ. അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിരുന്നതാണ് അതൊക്കെ, കണ്ടന്റിന്റെ ഇതിൽ മാത്രം. കക്കൂസ് ബ്രോ എന്നൊക്കെ പേര്. ഉള്ള പറയാലോ ബ്രോ, നിന്റെ ഇൻസ്റ്റയിലെ പഴയ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും നിനക്ക് പെണ്ണ് കെട്ടിച്ചു തരാൻ പോകുന്നില്ല. ജാതി അപരാധം പിടിച്ച വീഡിയോകളൊക്കെ അല്ലേ നീ ഇടുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പോകുന്ന പിള്ളേർക്ക് നിന്നോട് ആരോഗ്യം തോന്നിയേക്കാം. തൊപ്പിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പൊ കണ്ടില്ലേ തൊപ്പി അതൊക്കെ നിർത്തി, ബോധം വന്നു. അതാണ് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അതേപോലെ വീഡിയോ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. നല്ല കാര്യം തന്നെ. ഇപ്പൊ കപ്പിൾസ് വ്ലോഗ്സ് അല്ലേ, കണ്ടന്റിന് ക്ഷാമമൊന്നും ഉണ്ടാകത്തില്ല. പ്രായത്തിന്റെ എടുത്തിയാട്ടമല്ല എന്നാണ് ഇവർ ഇന്റർവ്യൂവിൽ പറയുന്നത്. സോനാക്ക് 18 സൈക്കോക്ക് 21 പ്രായം. ആ പ്രായത്തിന്റെ മെച്യൂരിറ്റി എന്താകുമെന്ന് എന്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എന്തായാലും ഇവരൊക്കെ നന്നായിട്ട് ജീവിക്കട്ടെ. നിങ്ങളുടെ പ്രായത്തിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടേക്കാം. മുൻകൂട്ടി കണ്ട് ജീവിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.